ഹാപ്പി ഫാദേഴ്സ് ഡേ അപ്പാ. ഇന്ന് ഫാദേഴ്സ് ഡേ ആണോ? ഓ മൈ ഗോഡ്, താങ്ക് യു മൈ ഡിയർ സൺ. ദൂരെയൊക്കെ കോടമഞ്ഞും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓ മാൻ, മേളിൽ കയറി വന്നപ്പോഴത്തേക്കിനും കോട. ആ തേയിലത്തോട്ടത്തിന് നടുവിൽ ആ ഒരു സ്റ്റോൺ ഹൗസ് നിൽക്കുന്ന കാണാൻ എന്ത് രസമാണ്. നോക്കൂ ഗൈസ്, പെരുമഴ. വാഗമണ്ണ് മുഴുവൻ ട്രാഫിക് ബ്ലോക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു, ഞായറാഴ്ച ആയിട്ട് വന്നിട്ട്. അങ്ങനെ കുറെ നാൾക്ക് ശേഷം നമ്മളൊരു ഡേ ട്രിപ്പ് പോവാണ്. ഞങ്ങളിതൊരു ചെറിയൊരു വാഗമൺ യാത്ര പോവാണ്. രാവിലെ പോയിട്ട് രാത്രി വരും, അതാണ് പരിപാടി. കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി നമ്മുടെ ഹൗസ് ഓഫ് ഭക്തന്റെ വർക്കിന്റെ പ്രമാണിച്ച് ഉള്ള തിരക്കുകളിലായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ഒതുക്കി കുറച്ച് മറ്റു പല ആവശ്യങ്ങൾക്കായിട്ട് ഒന്ന് യാത്ര പോകുന്നു വാഗമണിലേക്ക്. ഒരു ചെറിയ ഒരു ഡേ ട്രിപ്പ്. ഈ വണ്ടിയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മൊത്തം ഒരു ഗുഡ്സ് വണ്ടി പോലെ പെരുമാറിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഇതിനകത്ത് കൊണ്ടുപോകാത്തായിട്ട് സാധനങ്ങളില്ല. ചെടിയും മണ്ണും വളവും പിന്നെ സിമെന്റ് വരെ ഞാൻ എന്റെ വണ്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം വണ്ടി കൊണ്ടുപോയി കഴുകി കുട്ടപ്പനാക്കി ഇപ്പൊ ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് എല്ലാവരും ഉണ്ട്. ഋഷിക്കുട്ടനുണ്ട്, ശ്വേതയുണ്ട്, സുധീഷ് ഉണ്ട്, പിന്നെ നമ്മുടെ ക്യാമറമാൻ അനുഷ് അന്നുണ്ട്. വണ്ടി എടുക്കുവോ? റെഡിയാണോ? ഓടാവോ? യെസ്, സുധീഷാണ് വണ്ടി ഓടിക്കുന്നതെന്ന്. സുധീഷ് എന്ന് പറയുന്നത് എൻ്റെ അമ്മാവൻ്റെ മോനാണ്. തക്കടു ആവ. നമ്മുടെ അബിയും ഇവനുമൊക്കെ സെയിം ഏജ് ആണ്. ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസങ്ങളേ ഉള്ളൂ. അബിയും നീ തമ്മിൽ എത്ര വയസ്സ് വ്യത്യാസം ഉണ്ടാ? എത്ര ദിവസം വ്യത്യാസം ഉണ്ടാ? ഒരാഴ്ചയാ? ബഡലോക്സ്. ഹലോ, പോയിരിക്കും പുറകില്. ഓ, താങ്ക് യു ഫോർ ദ ഉമ്മ. അഞ്ചൊന്നും വരുന്നില്ലേ ആവോ? കേറുന്നില്ലേ ആവോ? ചോദിക്ക്, കേറുന്നില്ലേ എന്ന്. ക്യാമറമാൻ വരുന്നില്ലേ? അത് ഇടണ്ട, കുഴപ്പമില്ല. ഗേറ്റ് ഓട്ടോമാറ്റിക് ആക്കി നമ്മൾ. അത് മറന്നുപോയി. ഞങ്ങളിപ്പോ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മൂവാറ്റുപുഴ പോകും. മൂവാറ്റുപുഴ പോയിട്ട് നമുക്ക് ക്രിസ്റ്റിൽ പോയിട്ട് ജെറിനെ പിടിക്കണം. അതിനുശേഷം നമ്മള് എവിടെ പോവും? വാഗമൺ. ഋഷി പോയിട്ടുണ്ടോ വാഗമൺ? പോയിട്ടില്ല. ഋഷി പണ്ട് പോയിട്ടുണ്ടോ വാഗമൺ? ഋഷി സ്മോൾ ബേബി ആയിരുന്നു, ഋഷിക്ക് ഓർമ്മയില്ല. ഋഷിന്റെ വയറ്റിലുള്ളപ്പോഴാണ് ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞിട്ടും പോയിട്ടുണ്ട് നമ്മൾ വാഗമൺ. ഋഷി മറന്നുപോയതായിരിക്കും. നമുക്ക് വാഗമണ്ണ് പോയിട്ട് മൊട്ടക്കുന്നൊക്കെ കണ്ടിട്ട് വരാം. അവിടെ മൊട്ടക്കുന്നുണ്ട്, കുന്ന് വലിയ കുന്നും മലയൊക്കെ ഉണ്ട്. അതെന്ത് ലോറിയാ ഋഷി? അത് ടാങ്കർ ലോറി, ബിഗ് ടാങ്കർ ലോറി പോകുന്ന കണ്ടോ? അതിന്റെ ബാക്കിൽ കണ്ടോ ഡേഞ്ചർ എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ? ഏകദേശം ഒരു 1.5 കോടി രൂപ വില വരുന്നൊരു ബസ്സാണ് ഇത് അവിടെ കിടക്കുന്നത്. എനിക്ക് എന്തരാണോ അവസ്ഥ എന്ന് എനിക്ക്. യെസ് ട്രാവൽസ് എന്നും പറഞ്ഞൊരു വണ്ടിയുടെ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ബസ്സാ. അവിടെ കട്ടപ്പുറത്ത് കിടക്കാൻ പറഞ്ഞിട്ട് കുറെ നാളായെന്ന് തോന്നുന്നു. അപ്പോൾ വല്ല കേസിലും വല്ലതും കിടക്കുന്നതായിരിക്കും. നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റേഷൻ. ഇവിടെ നിന്നൊക്കെ കൊച്ചി മെട്രോ കണക്ടിവിറ്റി ഉണ്ട്. അടിപൊളി സംഭവം കേട്ടോ. റെയിൽവേ ട്രാക്ക്. ഇത് നമ്മുടെ സൗജന്യ യാത്ര ബസ് കാക്കനാട് തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകുന്നു. സൗജന്യ യാത്ര ബസ്. ഹാപ്പി ഫാദേഴ്സ് ഡേ അപ്പാ. ഇന്ന് ഫാദേഴ്സ് ഡേ ആണോ? ഓ മൈ ഗോഡ്, താങ്ക് യു മൈ ഡിയർ സൺ. ഓ, എനിക്ക് വയ്യ. എന്തൊക്കെയല്ലേ മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, സൺസ് ഡേ ഉണ്ടോ? സണ്ണ് ഫാദർ ആയാലേ ഒരു ഡേ കിട്ടുള്ളൂ അല്ലേ? ആണോ? ആണല്ലേ? അതാണ്. ഇറ്റ്സ് ടൈം ടു ഹാവ് സം മസാല ദോശ. നമ്മള് മസാല ദോശ സാധാരണ എന്താ പറയാ, ബ്രേക്ക്ഫാസ്റ്റിന് എന്റെ ഫേവറേറ്റ് സാധനമാണ് മസാല ദോശ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരും ദോശ. ശ്വേതയ്ക്ക് ദോശ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഋഷിക്ക് ദോശ കൊണ്ടപ്പോഴത്തേക്ക് ശ്വേതയ്ക്ക് ദോശ കൊടുത്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ നമ്മൾ ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റിലെത്തി. ഇൻഡോർ ആൻഡ് എക്സോട്ടിക് നഴ്സറി കയറി വരുമ്പോ തന്നെ ബുദ്ധനും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളും അങ്ങനെയുള്ള പരിപാടികളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞങ്ങളങ്ങനെ ഇവിടെ ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സിൽ വന്ന് ഞങ്ങൾ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കുറെ വീഡിയോസ് ഒക്കെ എടുത്ത് നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോ എന്ത് രസമാണെന്നറിയോ ഈ സ്ഥലം, ഒരു രക്ഷയില്ല. അതായത് ഇവരില്ലായിരുന്നെങ്കിൽ എൻ്റെ ഹൗസ് ഓഫ് ഭക്തൻ എന്ന് പറഞ്ഞ നമ്മുടെ പ്രൊജക്റ്റ് യാഥാർത്ഥ്യമാവില്ലായിരുന്നു. കാരണം അതുപോലെ എന്നെ ഇവിടുത്തെ ചെറിയ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല പല സാധനങ്ങളും കൊണ്ടുവരാനും ചെയ്യാനും ഒക്കെ ആയിട്ട്. ഇവിടെ തന്നെ മുമ്പിൽ നോക്കിക്കുക എന്തോരം വിഗ്രഹങ്ങളും എന്തോരം സംഭവങ്ങളായിരിക്കുന്നത്. ഇതൊക്കെ സ്റ്റോണാണ്. സ്റ്റോണുണ്ട്, സ്റ്റോൺ അല്ലാത്ത സാധനങ്ങളുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫൗണ്ടൻസ് കാണാം. എന്ത് ഭംഗിയുള്ള എന്തോരം സാധനങ്ങൾ. പിന്നെ അതേപോലെ ചെടികൾ. അത് ഇവിടുത്തെ ചെടികളെന്നൊക്കെ പറയുന്നത് ചൈനയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും അങ്ങനെ പല പല രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന ചെടികളും മരങ്ങളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്ന മരങ്ങളൊക്കെ ശരിക്കും ലക്ഷങ്ങൾ വരെയുള്ള മരങ്ങളാണ്. ഇതൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കപ്പൽ കയറി ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സംഭവങ്ങളാണ് ഈ മരങ്ങളൊക്കെ. ഈ കാണുന്നത് നമ്മുടെ ഒലീവ് മരമാണ് കണ്ടോ. അതായത് ഇതും ഈ പറഞ്ഞ പോലെ നല്ല പഴക്കമുള്ള ഒലീവ് മരങ്ങളാണ് ഈ കാണുന്നത്.
ഇതൊക്കെ ഇങ്ങനെ യൂറോപ്പിൽ നിന്ന് കപ്പൽ കയറി ഇവിടേക്ക് വന്നിട്ടാണ് ഈ ഒലിവ് മരങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ടോ എന്ത് രസമല്ലേ. ഞങ്ങളിപ്പോൾ മൂവാറ്റുപുഴ എത്തി. മൂവാറ്റുപുഴ നമ്മളിപ്പോൾ വാഗമണ്ണിന് പോവാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് തൊടുപുഴ വഴി ജെറിയുണ്ട്. ജെറിയുടെ പുതിയ റിസോർട്ട് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ജെറിയുടെ പുതിയ റിസോർട്ടിന്റെ പണി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ജെറിയും ജെറിയുടെ മോനും ഉണ്ട്. ഇവിടെ രണ്ടുപേരും കൂടെ പുറകില്. ഹലോ ഹലോ ഗായ്സ്. ഓ എനിക്ക് വയ്യ. ഋഷിയുടെ കൂട്ടുകാരനെ ആരെ കിട്ടിയല്ലേ? അടി ഉണ്ടാക്കരുത് കേട്ടോ. ഇവൻ കുറച്ച് കഴിയുമ്പോൾ അടി ഉണ്ടാക്കും കേട്ടോ. ഋഷി നീ നോയിക്കോണേ അവനെ. അവൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അടി ഉണ്ടാക്കും. അവൻ ആദ്യം സ്നേഹമൊക്കെ ആയിരിക്കും, പിന്നെ അവൻ അടി ഉണ്ടാക്കും. അങ്ങനത്തെ അന്ന് അടി കൂടിയില്ലല്ലേ? ആ അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അവൻ ഗുഡ് ബോയ് ആയിട്ടുണ്ട്. അവിടെ ഇരിക്കും അവിടെ ഇരിക്കും കേട്ടോ. നമ്മള് തൊടുപുഴ എത്തി. തൊടുപുഴ ബൈപ്പാസ് അല്ലായിരുന്നു അത്? തൊടുപുഴ അല്ലേ? തൊടുപുഴ ബൈപ്പാസ് അല്ലായിരുന്നു അത്? തൊടുപുഴ ബൈപ്പാസ് കടന്ന് നമ്മൾ ഇനിയിപ്പോ വാഗമണ്ണിലേക്ക് പോവുകയാണ്. ഹലോ ഗൈസ്, എന്താ പരിപാടി? ആളെ ഭംഗിയാണോ? അല്ലടാ, ഭയങ്കര രസമുള്ള മലകളൊക്കെയാണ് പുറത്ത്. നമ്മള് പുള്ളിക്കാനം വഴിയാണ് പോകുന്നത്. ചെറിയ വീതി കുറഞ്ഞ ഇടുങ്ങിയ റോഡാണ്. കുറെ വഴികളുണ്ട് വാഗമണ്ണ് പോകാനായിട്ട്. നിങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ എക്സൈസിന്റെ ഒരു ചെക്കിംഗ് ഉണ്ടായിരുന്നു. അവര് കൈ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് വണ്ടികളൊക്കെ. ഇങ്ങനെ ചെറിയ വഴിയിലാണ്, ഫുള്ള് നല്ല രീതിയിലുള്ള ചെക്കിംഗ് ആണ്. അതായത് ഈ കള്ളുടിച്ചിട്ട് പോകുന്നുണ്ടോ, പിന്നെ ഡ്രഗ്സ് ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയായിരിക്കും. കാര്യമായിട്ടുള്ള ചെക്കിംഗ് ആണ് മൊത്തത്തിൽ. പുതിയ ഓപ്പറേഷൻ തൂഫാനൊക്കെ തുടങ്ങിയില്ലേ? നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ തൂഫാൻ, അതിന്റെ ഭാഗമായിട്ട് കാര്യമായിട്ടെല്ലാം തൂഫാനാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കാര്യമാണ്. പിന്നെ ഡ്രഗ്സും ബാക്കിയുള്ള സംഭവങ്ങളും മദ്യം ഒക്കെയാണ്. മയക്കുമരുന്നും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് കൺട്രോൾഡ് ആക്കുന്നത് നല്ലതാണ്. അതെ, പേടിയാവട്ടെ. ഇവിടെ ചെറുതായിട്ട് വെള്ളം ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ കാണുന്നെങ്കിൽ മേളീന്നൊരു മലയുടെ മേളിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുള്ളിയായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴക്കാലമായിട്ടും തീരെ കുറച്ച് വെള്ളമേ ഉള്ളൂ ഇവിടെ. ധാരാളം ടൂറിസ്റ്റുകൾ പോകുന്ന വഴിയാണെങ്കിലും വളരെ ചെറിയ ഒരു വഴിയാണ് ഇത്. കുഞ്ഞു വഴിയാണ്, പ്രോപ്പറായിട്ട് ടാറിങ് ഒന്നും ചെയ്യാത്ത ഒരു വഴിയാണ്. ഇവിടെ എന്തോ റോഡ് 17 കിലോമീറ്ററിന് ഫണ്ടൊക്കെ അനുവദിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ ഫ്ലക്സ് ഒക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ വാഗമണ്ണിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെയുള്ള മരങ്ങളൊന്നും ഇല്ലാത്ത കുറേ മുട്ടക്കുന്ന് പോലത്തെ മലകളൊക്കെ നമുക്ക് മനോഹരമായിട്ട് കാണാൻ സാധിക്കും. അങ്ങ് ദൂരെയൊക്കെ കോടമഞ്ഞും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ മഴയൊക്കെ ആയത് കാരണം ഇതേതൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങുന്ന പോലെയുള്ള ആ ഒരു ഇതൊക്കെ കാണാൻ ഭയങ്കര ഫീലാണ്. കണ്ടല്ലേ, ഞങ്ങളിവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോഴത്തേക്കിനും കാണാൻ നിർത്തിയാണ്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ബൈക്കിലും കാറിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള പല ഗ്രാസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും മൊട്ടക്കുന്നെന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ വലിയ മരങ്ങളുള്ള മലകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അത് ഒരു ഭാഗത്തായിരിക്കും. പക്ഷെ ബാക്കിയുള്ള പല പ്രദേശങ്ങളിലും നമുക്ക് ഇതുപോലെയുള്ള ഗ്രാസുള്ള ചൊറുതനൊക്കെ ഉണ്ടാവും കേട്ടോ. ചൊറിയും കേട്ടോ. ഇതുപോലെയുള്ള പല പുല്ലുകളും നമുക്ക് കാണാൻ സാധിക്കും. വലിയ ഹൈറ്റുള്ള മരങ്ങളൊക്കെ കാണത്തില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഭയങ്കര കാറ്റുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് അത്തരത്തിൽ നമുക്ക് വലിയ ഹൈറ്റുള്ള മരങ്ങളൊന്നും കാണാൻ സാധിക്കരുത്. എല്ലായിടത്തും ചപ്പും ചപ്പറും വേസ്റ്റും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ആസ് യൂഷ്വൽ കോമൺ. നല്ല തിരക്കാണ്. ബൈക്കേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ, കാറുകാർ, എല്ലാ വണ്ടിയിലും പല നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ. പ്രത്യേകിച്ച് വീക്കെൻഡ്സിലൊക്കെ ഭയങ്കരമായിട്ട് വാഗമണ്ണ് വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന നിപ്പിന് ഇവിടെ കോട ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമാണ്. നല്ല ഭംഗിയാണല്ലോ ഈ ചെടി കാണാനായിട്ട്. ഉണ്ടോ പൂ, ഒരു ലാവൻഡർ കളറിലുള്ള ഒരു പൂവ്. പുള്ളിക്കാനം എന്ന് പറയുന്ന മേളിലല്ലേ ഇത് കയറി പോകുന്ന സ്ഥലം? അവിടെയാണ് പുള്ളിക്കാനം. നമ്മൾ ഇനിയും കുറച്ചുകൂടെ പോകുമ്പോൾ പുള്ളിക്കാനം എത്തും. ഇതിപ്പോ ഒന്നും അല്ല, നമ്മളെന്തിനാണ് ഈ ചെല്ലിട്ടിരിക്കുന്നത്? ഒന്നും കാണാനില്ല. ഇവിടത്തേക്കായിട്ട് തണുപ്പാണ് പുറത്ത്. ഇവിടെ പുറത്താണെങ്കിൽ കോട കാരണം ഒന്നും കാണാനില്ല. ശരിക്കും ഞാൻ സത്യം പറഞ്ഞോട്ടെ, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വാഗമണ്ണ് വരുന്നത്. ഞാൻ മൂന്നാർ പോയിട്ട് പോലും എനിക്കൊന്ന് ഒരു 2 വർഷത്തിന് മേലെയായി. ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ഒത്തിരി മാറി കേട്ടോ. ഇഷ്ടം പോലെ ഒരുപാട് മാറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എത്താൻ പറ്റൂല. എറണാകുളത്ത് ജസ്റ്റ് നമ്മളിപ്പോ മൂവാറ്റയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒരു 1.5 മണിക്കൂർ. അതെ, ഇത് നല്ല ഫ്രൂട്ട്സ്, മാംഗോസ്, പിന്നെ ഓറഞ്ച്, ഇഷ്ടംപോലെ ഇപ്പൊ ഫ്രൂട്ട്സ് പരിപാടികളാണ് ഇവിടെ. അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളുണ്ട്. ശരിക്കും ഉണ്ടല്ലോ ഈ മൂന്നാർ അതുപോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നല്ല തിരക്ക് കൂടിയപ്പോഴത്തേക്കിനും നമുക്ക് വലിയ തിരക്കില്ലാതെ പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളാണ് വാഗമണ്ണ്, കുട്ടിക്കാനം, പീരുമേട്. ഈ ഭാഗമൊക്കെ ഭയങ്കര രസമാണ്. കുട്ടിക്കാനം, പീരുമേടൊക്കെ ഭയങ്കര രസമാണ്. ഇതുപോലെ തന്നെ കണക്റ്റഡ് ആയിട്ട്
അതെ, എനിക്കൊരു ചെറിയൊരു കോടമഞ്ഞ്, പിന്നെ ചെറിയൊരു ഡ്രസ്ലിംഗ്, അത് ഭയങ്കര രസമാണ്. ഞങ്ങൾ ആ ശരിക്കും താഴേന്ന് ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്കിനും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വെതർ ഇങ്ങനെ മാറി മാറി വരുന്നത്. ഓ മാൻ, മേളിൽ കയറി വന്നപ്പോഴത്തേക്കിനും കോട. ഇത് ചില സമയത്ത് ഭയങ്കര തിക്ക് കോടയായിരിക്കും, നമുക്കൊന്നും കാണാൻ പറ്റില്ല മുമ്പിൽ. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ വിസിബിലിറ്റി കിട്ടും. അതിങ്ങനെ ഇങ്ങനെ റോഡിങ്ങനെ വളവിങ്ങനെ മാറി മാറി വരുമ്പോഴത്തേക്കിനും ആഹാ എന്ത് രസം. ശരിക്കും ഇവിടൊക്കെ ഫുള്ള് വ്യൂ പോയിന്റുകളാണ്, പക്ഷെ മൊത്തം കോട മൂടി കിടക്കുന്നതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കോട മാത്രം കിട്ടുന്ന കോട വ്യൂ പോയിന്റുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ എറണാകുളത്ത് നിന്നൊക്കെ ഒരു 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാർ പോകുന്നതിന് എളുപ്പത്തിന് വരാൻ പറ്റുന്ന ഒരു കിടില സ്ഥലമാണ് വാഗമൺ എന്ന് പറയുന്നത്. ഒരു അമേസിങ് പ്ലേസ്. നമുക്ക് തേയിലത്തോട്ടങ്ങൾ വന്നു, തേയിലത്തോട്ടങ്ങളുടെ ഏരിയ വന്നപ്പോഴത്തേക്കും കണ്ടില്ല, ആ തേയിലത്തോട്ടത്തിന് നടുവിൽ ആ ഒരു സ്റ്റോൺ ഹൗസ് നിൽക്കുന്ന കാണാൻ എന്ത് രസമാണ് നോക്ക്. പിന്നെ ഇതിനിടയ്ക്കൊക്കെ ഇതുപോലെയുള്ള മറ്റേ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് വാഗമരം പോലത്തെ മരങ്ങളാണ്. ഭയങ്കര രസമാണേ. ഞങ്ങൾ വാഗമണ്ണ് വന്നിട്ടേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഫോഗി നോൾസ് എന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട്, അവിടെ വന്നതാണേ. ഇവരൊക്കെ ചെരുപ്പിട്ടിട്ട് കറങ്ങി നടക്കടാ, നിന്റെ ചെരുപ്പ് എവിടെടാ, ഷൂസ് എവിടെടാ. അവനിങ്ങനെ ഫ്രീഡം കിട്ടിയപ്പോഴത്തേക്കിന് അവനിങ്ങനെ ഫുള്ള് ഇങ്ങനെ അവരുടെ കൂടെ വെടിച്ചാടി ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഈ വാഗമണ്ണിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടൗൺ ഏരിയയിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ കാരണം ഈ കൺസ്ട്രക്ഷനും പരിപാടികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം നല്ലൊരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ നല്ല പാർക്കിംഗ് സൗകര്യമുള്ള വലിയ ക്രൗഡില്ലാത്ത റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. സോ ഏതെങ്കിലുമൊക്കെ റിസോർട്ടുകളിൽ പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫുഡ്. നേരത്തെ വിളിച്ചു പറഞ്ഞൊക്കെ പോകാം. അവിടെ എന്തോ ഉണ്ട്? ആണോ? പിന്നെന്താ ഉള്ള അവിടെ? അവിടെ കേവ് കണ്ടോ ഋഷി? ആൾക്ക് ഈ പറമ്പൻ സാധനങ്ങളൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയി. പാഷൻ ഫ്രൂട്ട് ജ്യൂസ് വേണോ? വേണ്ട, ഇഷ്ടപ്പെട്ടില്ല? ലൈക്ക് ഇറ്റ്. അമ്മയ്ക്ക് കൊടുക്കാം. ഓടിക്കളിച്ച് ക്ഷീണിതനായി ആവശ്യത്തിനായി വന്നിരിക്കുകയാണ്. നിന്റെ കൂട്ടുകാരൻ എവിടെ? എവിടെ? ഇവിടെ ഇരിക്കും ഋഷി, ഇവിടെ ഇരിക്കും. അവനെ വിളിക്കാം, അവനെ വിളിച്ചു വരുത്തത്. അവനും വന്നു. നീ ഇവിടെ ഇരുന്നോ. അതെ വെള്ളമൊക്കെ കുടിക്കേ. നമ്മളിപ്പോ ഉച്ചയ്ക്ക് 2 മണി സമയത്താണ് ഇരിക്കുന്നത്. നല്ല വെതർ, നല്ല കാലാവസ്ഥ, എക്സ്ട്രീം തണുപ്പുമില്ല ചൂടുമില്ല, നല്ല ഒരു ക്ലീൻ വെതർ. ഞങ്ങൾ ഇവിടെ നിന്നിരുന്നപ്പോൾ നല്ല വെയിലുണ്ടായിരുന്ന പ്രദേശം നിമിഷം നേരങ്ങൾ കൊണ്ട് മൂടി മഴയായി, മഴക്കാറായി, അങ്ങനെ ആ ഒരു കാലാവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഓർഡർ ചെയ്തു. നല്ല തണുപ്പ്, നല്ല കോട, അത് തണുത്ത് വന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് കാറ്റടിച്ച് ഉറക്കം വന്ന് അവസ്ഥയായിപ്പോയി. മൂടിപ്പൊറിച്ച് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു വെതർ. കോട കയറി വരുന്നുണ്ടോ നോക്കി, എങ്ങനെയാ അത് വരുന്നത് നോക്കി, അടിപൊളി. ഓ എത്ര ഭാഗം മൂടി കണ്ടോ, ഫുള്ള് മൂടി. ഇതേ മഴയും തുടങ്ങി. വാഗമണ്ണ് മുഴുവൻ ട്രാഫിക് ബ്ലോക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞായറാഴ്ച ആയിട്ട് വന്നിട്ട് മൊത്തം ബ്ലോക്കാ. മഴയുണ്ട്, പക്ഷെ എന്നാലും നല്ല ബ്ലോക്കാണ്. അത് കണ്ടില്ല, അതിന്റെ മേളിലൊക്കെ കണ്ടോ ചെറുതും വലുതുമായിട്ടുള്ള കുഞ്ഞു റിസോർട്ടുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ എന്തോരം വണ്ടികളാണെന്നറിയോ ഇവിടെ വന്നിരുന്നത്. നോക്കി, തമിഴ് വണ്ടികളാ. വേണ്ടോ, വാഗമണ്ണെന്ന് കോട്ടയം വഴി ആലപ്പുഴയ്ക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് പാലാ ഈരാറ്റുപേട്ട വാഗമണ്ണ് വഴി മൊത്തം ബ്ലോക്ക്. അതിനിടയ്ക്ക് ആ കാറുകാരൻ അതിനിടയ്ക്കൂടെ കയറ്റി കൊണ്ടുപോയി. ഇതിന്റെ KSRTCയുടെ പുത്തൻ ബസ്സാണ്. ടാറ്റ വണ്ടി. അത് ഫാസ്റ്റ് പാസഞ്ചർ ആയിരുന്നു, സൂപ്പർ ഫാസ്റ്റ് അല്ല. ഫാസ്റ്റ് പാസഞ്ചറിൽ ലേഡീസിനെ കയറ്റാൻ പറ്റില്ലല്ലോ, ഫ്രീ അല്ലല്ലോ, പൈസ കൊടുക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് എല്ലാരും ഓർഡിനറി കയറി പോകും. നമ്മളിപ്പോ വാഗമണ് ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ അവധി ദിവസങ്ങളിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. നമ്മളിപ്പോ ജെറിയങ്കിളിന്റെ റിസോർട്ടിലേക്ക്, ഇവിടെ പശുപാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെ ഒരു എവിറ്റിയുടെ ഒരു ഫാക്ടറി ഒക്കെ ഉണ്ട്. ഭയങ്കര മൊത്തം തേയിലത്തോട്ടങ്ങളുടെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ബ്രോൺ ബർത്താന്ന് വെച്ച് കഴിഞ്ഞാല് മഴയാണ്. ഇവിടെ പശു ഉണ്ടാ പാറയുടെ പുറത്താ ഋഷ്യ. തൊടണം, അതാണ് പശുപാറ എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ ഇത് കൊള്ളാലോ. ഇത് എസ്റ്റേറ്റ് ഏരിയ ആണോ? അടിപൊളി. അടിപൊളി തോട്ടങ്ങൾ നോക്കി. പക്ഷേ ഞാൻ മൂന്നാറില് നമ്മൾ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും വാഗമൺ ഇത്രയും മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്ത് രസമല്ലേ കാണാനായിട്ട്. ആ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ ഇങ്ങനെ മറ്റേ മരം നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി വീണ്ടും വരുന്നത്. ജെറിയുടെ ഭാവി റിസോർട്ടിന്റെ സ്ഥലത്ത് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂള് വരും. ഇത് ഭാവി വീട് റിസോർട്ട്. എനിക്ക് വയ്യ. ചെറിയൊരു വീടായിരുന്നത് കൺവേർട്ട് ചെയ്ത് ഇപ്പം അവര് വലിയ വീടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾ ദ ബെസ്റ്റ് ആൻഡ് വെൽക്കം ടു ദ ക്ലബ്ബ്. കുറെ ആയില്ലേ? അതാണ്. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും കുറേയധികം നാളുകൾ എടുക്കും എന്നുള്ളത് എനിക്ക് ഒരു സംശയവും ഇല്ല. ഇതാണ് പൂളില്ല, പ്രൈവറ്റ് പൂളില്ല, ജെറിയുടെ പ്രൈവറ്റ് പൂളില്ല. അതാണ് സംഭവം. ഇതും ബാലി സ്റ്റൈലാണോ? കോമ്പറ്റീഷൻ. താഴെ വേറെ അത് ജക്കൂസി വില്ല. പിന്നെ ഇവിടെ മുമ്പിൽ തേയിലത്തോട്ടം, AVTയുടെ എസ്റ്റേറ്റ്. ഇവിടെ ഇപ്പോൾ പ്രോണിങ് കഴിഞ്ഞ് കിടക്കുകയാണ്. അത് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ കംപ്ലീറ്റ് പച്ചപ്പ് ഹരിതാഭയാവും. പിന്നെ അങ്ങനത്തെ ഒരു ഗംഭീര സ്ഥലം. ചക്കയൊക്കെ നിൽപ്പുണ്ട്. നൈസ്. എവിടെ പ്ലേ ഏരിയ? ഇവിടെ പ്ലേ ഏരിയ വരുമോ? ആണല്ലേ. ഋഷിക്ക് വരുമ്പോൾ നമുക്ക് കളിക്കാം കേട്ടോ. അതെ, ചക്ക വേണോ ഋഷിക്ക്? ഇഷ്ടം പോലെ ചക്കയുണ്ട് കേട്ടോ. ഷെറ ചക്ക വേണോടി? നല്ല അടിപൊളി ചക്ക. വരിക്കയാണോ ഇത്? ആഹാ. ഇതിനകത്തും തേയിലയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അടിപൊളി. ഹട്ടൊക്കെ പൊളിക്കോ നിങ്ങളത്? അടിപൊളി. ഇത് ഇവിടെ റെസ്റ്റോറന്റ് ചുറ്റിനും ഫെൻസ് ചെയ്തു. ഇത് കണ്ടോ നോക്കിയേ. ഈ ഒരു ഏരിയ ഫുൾ കാട് പിടിച്ച് കിടന്ന സ്ഥലമാണേ. ഇത് ഇങ്ങേര് ഇവിടെ മണ്ണൊക്കെ ഇട്ട് നികത്തി പേൾ ഗ്രാസ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തെടുത്തു. ഇത് എവിടത്തെ പേൾ ഗ്ലാസാ? തൃശ്ശൂര് പേൾ ഗ്രാസ് അല്ലേ? ഞാൻ വിചാരിച്ചിട്ട് ഇത് വല്ല ചൈനന്നോ ഇന്തോനേഷ്യന്നോ വല്ല കൊണ്ടതായിരിക്കും. അത് കൊള്ളാട്ടോ. അടിപൊളിയാണല്ലോ. ഇങ്ങോട്ടാ പോണ നീ? പിള്ളേർക്കൊക്കെ ഓടി കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അവർക്കാണ് ഈ പച്ചപ്പും സ്ഥലവും പറമ്പും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് ഓടി പോകുന്നുണ്ട് എല്ലാവരുടെ. വാടാ ഇങ്ങോട്ട് വാടാ, മതിയടാ. ഇങ്ങ് പോയവൻ ഓട്ടവാ. കൊള്ളാട്ടോ. നല്ല ഒരു കിടിലൻ സ്ഥലമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലാസ് ആവും. ഇത് അടിപൊളിയാവും. ഇപ്പുറത്ത് തേയില. ഈ തേയില ഒന്നും കളയരുതേ. ഇവിടെ തേയില, നടുക്ക് പ്ലാവ്, പിന്നെ കുറെ മരങ്ങള്, അങ്ങനെ ഫുൾ. അപ്പുറത്ത് തേയിലത്തോട്ടം. അങ്ങനെ ഫുള്ള് നല്ല അടിപൊളി വൈബ് സ്ഥലം കേട്ടോ. നൈസ്. പിള്ളേർക്കൊക്കെ ഓടിക്കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഇവന്റുകളൊക്കെ നടത്താം. ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഋഷിക്ക് ഇഷ്ടമായ സ്ഥലം? ഇവിടെ നിൽക്കണോ ഋഷിക്ക് കുറച്ച് ദിവസം? വേണ്ട. നമ്മളിവിടെ നിന്ന് ഇതിന്റെ ഒരു ആകാശ ദൃശ്യം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പൊങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ ഈ ഒരു പച്ചപ്പ് ഹരിതാപം കാണാൻ നല്ല രീതിയിൽ. നമ്മൾ ആ കണ്ട പച്ചപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതിപ്പുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. അതായത് ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ കോടാന്ന് പറഞ്ഞാൽ മേഘങ്ങൾ, കോടയൊന്നുമല്ല, മേഘങ്ങൾ ഇങ്ങനെ മലയുടെ മേളിൽ വന്ന് ഇങ്ങനെ ഒരുമാതിരി ബെഡ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയുള്ള അതുപോലെയുള്ള ഒരു കിഡിലൻ ഫീലാണ് നമുക്കവിടെ കാണുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് നമുക്കിങ്ങനെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന പോലത്തെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം നമുക്ക് കാണാം. പിന്നെ എവിടെ നോക്കിയാലും നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു പച്ചപ്പ്, ഇടുക്കിയുടെ മനോഹാരിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വല്ലാത്ത ഒരു അനുഭൂതി കിട്ടുന്ന ഒരു കിടില സ്ഥലം. ഇത് ശരിക്കും ഒരു വളരെ മനോഹരമായിട്ടുള്ള AVTയുടെ ഒരു പ്ലാന്റേഷൻ്റെ സമീപത്തുള്ള ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ക്ലൗഡ്സിൻ്റെ മുകളിലൂടെ അല്ലേ, ക്ലൗഡ്സിനൊപ്പം നമ്മൾ ആ ഒരു ഡ്രോൺ ഇങ്ങനെ പോകുന്ന കാണുമ്പോഴത്തേക്കിനും അതും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. എന്ത് രസമല്ലേ. ഒപ്പം കിളികളുടെ ആ ഒരു ശബ്ദങ്ങളൊക്കെ ആയിട്ട് ഇറ്റ്സ് വെരി പീസ് ആൻഡ് റിലാക്സിങ്. ആ മരത്തിൻ്റെ നടുവിൽ ഇങ്ങനെ പേൾ ഗ്രാസ് നട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം അത് പൊളിച്ച് ഇനി അപ്പുറത്ത് ആ പ്രോൺ ചെയ്ത തേയിലയും കൂടെ പച്ചപ്പ് വന്ന് ബ്ലെൻഡായി വന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ കംപ്ലീറ്റ് നല്ല കിട്ടിയിലെ സംഭവം. ഇങ്ങനൊക്കെ പിന്നെ പരിപാടി എളുപ്പമുണ്ട്. മറ്റേ കടയിലുള്ള ചെടികൾ ഇഷ്ടംപോലെ വേറെ ഇങ്ങോട്ട് കൊണ്ടുവച്ചാൽ അതില്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ഇറക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പല രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരും. അതെല്ലാം കൂടെ നേരെ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഹോൾസെയിൽ റേറ്റ് സാധനം കിട്ടും. നോ ഇടനിലക്കാരൻ. അതെ, നോ ഇടനിലക്കാരൻ. ഡയറക്റ്റ് ബൈയിങ് ഫ്രം അവിടെ. അതെ, സൂപ്പറാണോ? പിന്നെ ഞങ്ങളിങ്ങനെ പച്ചപ്പ് ഹരിതാപം മേഘങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അനിലിനല്ലേ പേര് പറഞ്ഞേ? അമൽ.
ഇങ്ങനെ അമലേട്ടൻ നമുക്ക് എന്ത് ലെമൺ ടീ ആണോ? ലെമൺ ടീ ഉണ്ടാക്കിക്കൊണ്ട് തന്നിരിക്കുകയാണ്. താങ്ക് യു അമലേട്ടാ. താങ്ക് യു, വെൽക്കം. നമ്മളിപ്പം തിരിച്ചു പോവാണ്. AVT തന്നെ പശുപാറ എസ്റ്റേറ്റിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. AVT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AV തോമസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ആ AV തോമസ് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് നമ്മൾ ഈ പറയുന്ന AVT എന്ന് പറയുന്ന ഒരു ചായയുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അതുവഴിയാണ് നമ്മൾ പോകുന്നത്. ആ തേയിലത്തോട്ടത്തിനുള്ളിലൂടെയുള്ള റോഡുകളൊക്കെ വളരെ നല്ല റോഡാണ്. AVT ആണെന്ന് തോന്നുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പുറത്തെ പഞ്ചായത്ത് റോഡൊക്കെ ഭയങ്കര മോശം റോഡായിരുന്നു. പിന്നെ ഇവിടെ സൈഡിലൊക്കെ കണ്ടില്ലേ ആ തേയിലത്തോട്ടങ്ങളുടെ സമീപത്ത് ഫെൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ചെടിയുടെ പേരെന്താണ് ജെറി സാർ? കോട്ടണോ? അങ്ങനെയാണോ അതിന്റെ പേര്? കോട്ടൺ അല്ല, ക്രോട്ടൺ എന്നാണ് ഈ സാധനത്തിന്റെ പേര്. ഇത് പല വെറൈറ്റി സാധനങ്ങളുണ്ട് ഇതിനകത്ത്. പശുപാറാറ്റി അവൻ വാങ്ങിച്ചില്ല, പറഞ്ഞാലേ കിട്ടുള്ളൂ. സെയിലൊക്കെ വാങ്ങിച്ചു. ഇത് അമ്മേനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലേ? അമ്മേനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ? നീ ചായ കുടിക്കാറുണ്ടോ? ഇല്ലല്ലോ. നീ ചായ കുടിക്കാറുണ്ട്? ഓ അടിപൊളി. ഇതിന്റെ മേളിലൊരു അടിപൊളി സ്ഥലം നോക്കി. അതും കൊള്ളാവേ. അത് കൊള്ളാം അല്ലേ? മേളിലുള്ള സ്ഥലം നൈസ്. ആ മലയുടെ മേളിലാണ് നിൽക്കുന്നത്. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ വണ്ടി നിർത്തുമ്പോൾ ഇഷ്ടംപോലെ വണ്ടികളുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ഇങ്ങനെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് കേസ് കൂടുതലും. അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നത്, വെള്ളം നിറയ്ക്കുന്നുണ്ട്. ഇവിടെ അടിപൊളി സ്ഥലം. ഇവിടെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ മലയുടെ മേളിൽ ചെയ്തിട്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പം ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക് ഇറങ്ങിയതുകൊണ്ട് എവിടെ എന്ത് കണ്ടാലും നോക്കുക. ഏത് സ്ഥലം കണ്ടാലും, ഏത് ഹോട്ടൽ കണ്ടാലും, റിസോർട്ട് കണ്ടാലും. പണ്ടേ എനിക്ക് വീക്ക്നെസ് ആണ്. പക്ഷേ നമ്മുടെ ഒരു സംഭവം എന്ന് പറയുന്നത് കുഞ്ഞി സാധനങ്ങൾ, ചെറിയ യുണീക്ക് ബൊട്ടീക്ക് സ്റ്റേസ്, അതും പ്രൈവറ്റ് പൂൾ വില്ലാസ്. അതാണ് നമ്മുടെ പരിപാടികൾ. പത്തൻസ് ഹോസ്പിറ്റാലിറ്റി. നിങ്ങളുടെ കമ്പനിക്ക് പേരൊക്കെ കിട്ടോ? ചെറിസ്റ്റോ ഹോസ്പിറ്റാലിറ്റി ആണോ? ആണോ? ഇവന്മാരെന്തോ വന്നു അവിടെ ഇവിടെയൊക്കെ ഫുള്ള് ഓട്ടമാ. വരുന്നൊന്നുമില്ല. എന്റെ എടി വിളിച്ച് കയറ്റടി പോവാന്ന് പറ. ബാബാ ഓടി വാ. ഡ്രസ്സൊക്കെ മാറ്റി വണ്ടി കയറിയിട്ട് മാറ്റാം. കേറ്. ആ ജിജ്ജി ആയി നീ. അവിടെ ഇവിടെയൊക്കെ പോയി ഓരോന്നൊക്കെ ചെയ്ത്. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോ റഷ്യക്ക് ഡെയിലി 3 തവണ ഡ്രസ്സ് മാറണം, ഉടുപ്പ്, എന്നാലേ ശരിയാവുള്ളൂ. രണ്ടുപേരും കൂടെ കളിയാണോ? ആണോ? ഡിന്നർ കഴിക്കാൻ കയറി. ഇറങ്ങരുത്. യെസ്, ഞങ്ങളിപ്പോ തൊടുപുഴയിലെ ധ്യാനത്തിന് പോയിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ചെറി? തൊടുപുഴയിലെ ഡിന്നർ ധ്യാനം എല്ലാം കഴിഞ്ഞ് തിരിച്ച് എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത്ര നേരം ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു. ഞങ്ങള് പോയത് ഏത് വഴിയാ പോയത്? പുള്ളിക്കാരൻ വഴി പോയിട്ട് നമ്മൾ തിരിച്ച് ഈരാറ്റുപേട്ട വഴി വന്ന് ഇപ്പൊ നമ്മൾ തൊടുപുഴ എത്തി. ഫുഡൊക്കെ കഴിച്ച് വി ആർ ഗോയിങ് ബാക്ക്. ശരി, എല്ലാം ഓഫ് ചെയ്തല്ലേ? കൂട്ടിയാ? നമ്മള് രാവിലെ 11:30 പോയതാ. തിരിച്ച് 8-8:30 നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കിന് 9 മണിയായി. 9 മണി. രാത്രി കാണാനും ഭയങ്കര രസമാട്ടോ. അടിപൊളി. നമ്മള് രാവിലെ കൊണ്ടുവന്ന കുറച്ച് ക്യാമറ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അത് എടുക്കണം. അപ്പൊ ക്രിസ് ബൈ ബൈ ടാറ്റാ സീ യു. ഞങ്ങള് ടാറ്റാ പോകാൻ പോട്ടാ. നമുക്ക് കൊണ്ടാടി ഇവനെ. റിഷ നമുക്ക് ഇവനെ കൊണ്ടാലോ? ആ അവൻ റെഡിയാ. അപ്പൊ ചെറിയ ഞങ്ങള് കൊണ്ടുപോകണേ. അപ്പൊ ടാറ്റ പറഞ്ഞ ടാറ്റ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് കൊണ്ടുവരാടാ. എടാ ഞങ്ങക്ക് ബോറടിക്കുന്നടാ. ഋഷിക്കും കുറച്ചേരം കളിക്കാനായിട്ട്. 2 ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യോ? ഇല്ല നിന്നെ കൊണ്ടോട്ടെ. അവൻ ചിരിക്കുന്നു. അവൻ വേണം വരരുത്. വേണം ഞാനും കൂടെ പറയാം. 2 പേരും കൂടെ പോവാം. ഓക്കെ ടാറ്റ ബൈ. ഞങ്ങൾ പോവാണേ. നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവനെ കൊണ്ടോളാം. നമുക്ക് കൊണ്ടല്ലേ? കുഞ്ഞവനെ ബാക്കിൽ എഴുതിക്കോളാം. കേറുന്നോ? നിങ്ങൾ ഉപദ്രവിക്കില്ലേ? നീ ഇവിടെ മുമ്പിൽ ഇരുന്നാ മതി. നീയും വരും. ഞങ്ങളെല്ലാരും പോവാ. അതെ ഞങ്ങള് പോവാന്ന്. എന്നാലും വിളിച്ചോ. വിളിച്ചോ. ചേട്ടനോട് പോയിക്കോ. ഇല്ല. ഞങ്ങൾക്ക് രാവിലെ പറ്റിച്ചിട്ട് പോയതല്ലേ? അതെ ഞങ്ങൾക്ക് മനസ്സിലായി. അവനകത്ത് കയറിയാ മതി. ഇല്ലില്ല ഞങ്ങളകത്ത് അവന് മനസ്സിലായത്. ഇതേ പോന്നു ഇടി കൊണ്ടോണം. ഇവര് രാത്രി ഉറക്കൊന്നുമില്ല കേട്ടോ. ഇവര് ഫുൾ ടൈം ഇവിടെ തന്നെ എല്ലാരും. ഞങ്ങളങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത മഴയാണ്. ഈ മഴയത്ത് എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന്
സുധീഷിന് മാത്രമേ അറിയുള്ളൂ. സുധീഷിന്റെ ജ്ഞാന കണ്ണൊക്കെ വെച്ചിട്ടാണ് സുധീഷ് വണ്ടി ഓടിക്കുന്നത്. കണ്ണട വെച്ചിട്ട് കാണാത്തോണ്ട് നഗ്ന നേത്രങ്ങളാൽ എങ്ങനെയൊക്കെയോ ഓടിക്കുകയാണ്.